വിക്രമദേവൻ. ഇപ്പോൾ ആ വിക്രമദേവൻ തന്നെയാണ് രൂപനഗരത്തിന്റെ സംരക്ഷകൻ. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ വിക്രമദേവൻ നിന്റെ മുൻപിൽ യാതൊന്നുമല്ല ജോഡില. നീ ഒരു ആക്രമണം നടത്തിയാൽ തന്നെ അവൻ എവിടെയെങ്കിലും പോയി മറഞ്ഞിരിക്കും. രൂപനഗരത്തിലെ രാജാവിനല്ലാതെ ജോഡിലെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് മറ്റാർക്കുണ്ടാവില്ല. നമുക്ക് നല്ല ഉറപ്പുണ്ട്, വിക്രമദേവന്റെ ശക്തി കാരണമാണ് നമ്മുടെ രൂപം മാറിപ്പോയത്. നമ്മുടെ ശക്തികൾ പ്രയോജനപ്പെടാതെ പോയത്. ആ അമൃതജലം നേടുന്നതിനു വേണ്ടി വിക്രമദേവന്റെ കഥ കഴിച്ചേ മതിയാകും. ഏയ് ജോഡില, അതൊക്കെ നിനക്ക് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. യാതൊന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ആ രാജ്യത്തെ തകർക്കാൻ നമുക്കൊരു വഞ്ചകനെ ലഭിക്കുന്നവരേക്കും നമുക്ക് നേരിട്ടുള്ള പോരാട്ടം കൊണ്ട് ഒരു പ്രയോജനമുണ്ടാവില്ല. നമുക്കിപ്പോൾ ലഭിക്കേണ്ടതൊരു രഹസ്യഘാതകന്റെ സഹായമാണ്. അങ്ങനെ ആ രഹസ്യഘാതകൻ തന്ത്രപരമായി രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച ശേഷം രാജാവിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. നാം ഒരു കാര്യം പറയാം ജോഡില. ഒരു തവണ നിന്റെ മായാജാലം കൊണ്ടൊന്ന് പരിശ്രമം നടത്തി നോക്കൂ. നമുക്കിപ്പോൾ അതിന് സാധിക്കില്ല. നമുക്കിപ്പോൾ നിന്റെ മാന്ത്രിക ഔഷധങ്ങളാണ് വേണ്ടത്. എന്നാൽ ഒന്നല്ല, വളരെയേറെ. അപ്പോൾ പിന്നെ വിഷമുള്ള മുറിയിലേക്ക് കടത്തിവിടേണ്ടതാണ്. ഇല്ല ഇല്ല, വീണ്ടും വീണ്ടും നമുക്ക് ഈ പിഴവ് ചെയ്യാനാവില്ല. നമുക്ക് വ്യക്തമായിട്ടറിയാം, രൂപനഗരത്തിലെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അനന്തരാവകാശി നീ തന്നെയാണ് പുത്രി. നീ മാത്രമാണ്. അവിടെ ആ രാക്ഷസ രൂപനഗരത്തിന്മേൽ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുകയാണ്. മഹാമൃതജലത്തിന്റെ സുരക്ഷ നാം എപ്രകാരമാണ് നിർവഹിക്കുക? സുമതി, രൂപവതിയുടെ ജന്മസമയത്ത് രാജപുരോഹിതൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഇപ്പോൾ സത്യമായി മാറുകയാണ്. കാര്യമെന്താണ് രാജപുരോഹിത? അങ്ങ് ആശങ്കാകുലനായി കാണപ്പെടുന്നുവല്ലോ. നാം രാജകുമാരിയുടെ ജനന പത്രിക കണ്ടിരുന്നു മഹാരാജൻ. അവളുടെ ജനനം ഒരു സവിശേഷ മുഹൂർത്തത്തിലാണ് നടന്നത്. ഗണിച്ചപ്പോൾ കണ്ടെത്താനായത്, സവിശേഷ മുഹൂർത്തത്തിൽ ജന്മമെടുത്ത രാജകുമാരിയിൽ വളരെ അത്ഭുതകരമായ ഒരു മാന്ത്രിക ശക്തി കുടികൊള്ളുന്നുണ്ട്. മാന്ത്രിക ശക്തിയോ? രാജകുമാരിക്ക് 20 വയസ്സ് തികയുമ്പോഴേക്കും ആ മാന്ത്രിക ശക്തി പൂർണ്ണമായും പുറത്തുവരും. എന്നാൽ ഇതുകൊണ്ട് രാജകുമാരിക്ക് ആപത്തും സംഭവിച്ചേക്കാം. ആപത്തോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അഥവാ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തു ചെയ്യാനാവും? ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. രാജകുമാരിയെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കണം. പുറത്തുള്ള ആരും തന്നെ, എന്തിനേറെ രാജകുമാരി പോലും ഈ കാര്യം അറിയാൻ പാടുള്ളതല്ല. ആ ശക്തികൾ രഹസ്യമായി നിൽക്കണം. മുൻകരുതലില്ലാതെ ഈ ആപത്തിനെ നേരിടുന്നതിന് യാതൊരു മാർഗവുമില്ല. അവിടത്തേക്കറിയാമോ സുമതി, രൂപവതിയുടെ വയസ്സിനൊപ്പം തന്നെ അവളുടെ മാന്ത്രിക ശക്തികളുടെ പ്രാപ്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. കനവാണു നീ, നിറവാണു നീ, നീ
തന്നു സ്നേഹാമൃതം ഇരുളാകെയും ഒളിയേകി നീ പ്രത്യാശയായെന്നും നീ ദേവതേ രാജകന്യേ രൂപവതീ നീയതുല്യ ദ്രൗപദി സുമതി, ഇന്നുവരെ നാം സുമതിയുടെ രക്ഷ നിർവഹിച്ചു. എന്നാൽ ഇന്ന് രാജാവെന്ന നിലയിൽ രാജ്യം സംരക്ഷിക്കുമോ അതോ പിതാവെന്ന നിലയിൽ പുത്രിയെ സംരക്ഷിക്കുമോ?